ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ ബ്രെഡ് മുട്ടയുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുക്കുക. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട നല്ലതായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പാല്, ഒരു സ്പൂണോളം പാല് നമ്മൾ ഒഴിച്ചാൽ മതി. ഒരു സ്പൂണോളം പാല്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതവിടെ ചൂടായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സൈഡിലോട്ട് ബ്രെഡിൽ നമുക്ക് കെച്ചപ്പ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് ആണല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സാൻഡ്വിച്ചിൽ കെച്ചപ്പാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് 2 ബ്രെഡ് എടുത്ത് ഞാനത് 2 ബ്രെഡിലും കെച്ചപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പറ്റിക്കാം. ഇനി മറ്റേ ബ്രെഡിലും, ആദ്യം എടുത്ത ബ്രെഡിലും അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പാൻ ഒന്ന് ചൂടായി വരുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ. അപ്പോൾ ഇതൊന്നും വേണ്ട, ഗീ ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ഗീ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഗീ ഒക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ അത് ഒരു പീസ് 2 പീസും ഞാൻ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മുരിയിപ്പിക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മളെ പാൻ ഓൾറെഡി നല്ല ചൂടായി ഇരിക്കുവാണ്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, എഗ്ഗ് നമുക്ക് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട നമുക്ക് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. അപ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലോട്ട് 2 സൈഡിലായിട്ട് ഓരോ പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. നന്നായിട്ട് ഇത് മടക്കിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ട്രൈ ചെയ്തിട്ട് അത്ര മടക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്കൊണ്ട് ഇത് പറ്റുവാണെങ്കിൽ മടക്കിയെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മടക്കി, നമ്മൾ ഇലയപ്പമൊക്കെ മടക്കൂലേ അതുപോലെ മടക്കി ആ 4 സൈഡും ഇതുപോലെ മടക്കി ആ ബ്രെഡിൻ്റെ സൈഡിലോട്ട് തേച്ച് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയിട്ടിത് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നിട്ട് പതുക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ പുറത്ത് ഗ്രൈറ്റ് ചെയ്ത ചീസ് വേണേൽ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം ചീസിൻ്റെ ഷീറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആ ഷീറ്റ് എടുത്തപ്പോഴത്തേക്കും കീറിപ്പോയി. പിന്നെ എന്തായാലും കീറിയതല്ലേ, പിന്നെ കീറി തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ആ ഒരു ഷീറ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പം ആ ഒരു ചീസ് ഷീറ്റ് എടുത്ത് 2 ബ്രെഡിൻ്റെയും പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 നന്നായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. വളരെ എളുപ്പത്തിന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. മുട്ട എല്ലാവരുടെയും വീട്ടിൽ കാണും. പിന്നെ ബ്രെഡ് അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ ആണെങ്കിലും, രാവിലെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.